സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കാദമിക് ഡിസിപ്ലിൻസ് ഓഫ് MIS ആണ്. MISന്റെ അക്കാദമിക് ഡിസിപ്ലിൻസ് MIS ആൻഡ് അതർ അക്കാദമിക് ഡിസിപ്ലിൻസ്, MISും മറ്റുള്ള അക്കാദമിക് ഡിസിപ്ലിനുകളും തമ്മിലുള്ള ബന്ധം റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതർ ഡിസിപ്ലിൻസ് എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഡിസിപ്ലിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ബ്രാഞ്ചസ് ഓഫ് സബ്ജക്റ്റുകളാണ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അക്കാദമിക് ഡിസിപ്ലിൻസ് മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ദെൻ ഓപ്പറേഷൻ റിസർച്ച്, മാനേജ്മെന്റ് സയൻസ്, അതുപോലെ പറയാം അക്കൗണ്ടിങ്. ഇതെല്ലാം അക്കാദമിക് ഡിസിപ്ലിൻസ് ആണ്. നമ്മളെല്ലാം പഠിക്കുന്ന ഈ അക്കാദമിക് പല ഡിസിപ്ലിൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, പല ഏരിയാസ്. ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് ഒരു ഡിസിപ്ലിൻ ആണ്, കൊമേഴ്സ് ഒരു ഡിസിപ്ലിൻ ആണ്, അങ്ങനെ പറയാം. അതെല്ലാം പല സബ്ജക്ട് ഏരിയ. എക്കണോമിക്സ് ഒരു ഡിസിപ്ലിൻ ആണ്, പല സബ്ജക്ട് ഏരിയാസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഇതും ഇങ്ങനത്തെ ഡിസിപ്ലിൻസും ഈ MIS തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MIS ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. MISും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും എങ്ങനെയാണ് എന്താണ് റിലേഷൻഷിപ്പ്. അപ്പൊ MISും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് നോക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിങ്ങളെല്ലാം കേൾക്കുകയും പഠിച്ചിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻലി രണ്ട് കാറ്റഗറീസ് ആണ് ഉള്ളത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇതിന്റെ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് പറയാം. അപ്പം ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മെയിൻലി വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ അതുപോലെ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് ഡാറ്റാസ്, അങ്ങനത്തെ എല്ലാമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പൊ ബാലൻസ് ഷീറ്റ് ഡാറ്റാസ് ഒക്കെ മെയിൻലി ഉപയോഗിക്കുന്നത് മാനേജ്മെന്റിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സിനൊക്കെ ആയിരിക്കും. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. ഇത് അധികം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അധികം ഉപയോഗിക്കും, പക്ഷെ അധികം നോട്ട് മോർ യൂസ്ഫുൾ ദാൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. മാനേജ്മെന്റ് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോസ്, ദെൻ കോസ്റ്റ് അനാലിസിസ്, അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ബേസിലായിരിക്കും. അപ്പൊ ഒരു കമ്പനിയുടെ കോസ്റ്റ് നിർണ്ണയിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അനുസരിച്ചിട്ടാണ്. എത്ര നമ്മുടെ ക്യാപിറ്റൽ റേഷ്യോസ്, അതുപോലെ കോസ്റ്റ് അനാലിസിസ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും മാനേജ്മെന്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സിലാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് മെയിൻലി ഉപയോഗിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതുപോലെ നമ്മുടെ ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡാറ്റാസ് ആണ് ഉപയോഗിക്കുന്നത്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ MIS റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം ആയാലും, അതുപോലെ സ്ട്രാറ്റജിക് ഡിസിഷൻ ആയാലും, ടാക്ടിക്കൽ ഡിസിഷൻ ആയാലും, ഓപ്പറേഷണൽ ഡിസിഷൻസ് ആയാലും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വളരെയധികം റോളുണ്ട്. അതിൽ വളരെയധികം റോൾ എന്ന് പറയാം, മേജർ കാരണം എന്ന് പറയാം, നമുക്ക് കോസ്റ്റ് അനാലിസിസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സെഷനിലും കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്ര നിർണ്ണയിക്കുന്നതൊക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സിന്റെ ഒക്കെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും. സോ management accounting is primarily developed and implemented in the organization to achieve planning and controlling in all the spheres of activities. അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് ഇവിടെ ഈ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയയിലും പ്ലാനിങ് എല്ലാം എടുക്കണം. പ്ലാനിങ് എടുക്കണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് വേണം. അപ്പൊ പ്ലാനിങ്ങും അത് അച്ചീവ് ചെയ്യണമെങ്കിലൊക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. Management accounting is concerned with the cost analysis and behavior, which is highly useful for managerial decision making. Management accounting mainly അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് അനാലിസിസ്, അതുപോലെ നമുക്ക് പറയാം ബ്രേക്ക് ഈവൻ അനാലിസിസ് പറയാം, അതുപോലെ പ്രോഫിറ്റ് PV അനാലിസിസ് പറയാം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇതെല്ലാം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ ആ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഈ MISലെല്ലാം ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ
ഇൻഫർമേഷൻ കിട്ടുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വഴിയായിരിക്കും. ഈ ഇൻഫർമേഷൻ മാനേജ്മെന്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതുപോലത്തെ ഉള്ളവർക്കായിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വഴി ഡിസിഷനോ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുന്നത്. മാനേജ്മെന്റിന് ഉപയോഗപ്പെടുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അപ്പൊ അവർ ചോദിക്കാം, അപ്പൊ MIS മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് തമ്മിൽ അതാണ് റിലേഷൻ. ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നെങ്കിൽ ഇതിന്റെ അനാലിസിസ്, ഇതിൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇതിലെ കോസ്റ്റ് അനാലിസിസും അതുപോലെ ഫണ്ട് അനാലിസിസും എല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കണം. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് റിലേറ്റഡ് റിപ്പോർട്ട്സ് എല്ലാം എന്ത് ചെയ്യപ്പെടാം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് നമുക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അപ്പം MIS മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ വളരെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. Managerial accounting knowledge is much useful to provide valuable information to the management. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഡാറ്റാസ് ആണ്. The present practice followed by organization is to retain the cost and budget analysis with the management accounting function, and MIS provide data and model to support achieve the greater efficiency. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, MIS സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡിസിഷൻ എടുക്കാൻ എന്ത് സഹായിക്കും, MIS ആൻഡ് മാനേജീരിയൽ അക്കൗണ്ടിങ് സഹായിക്കും. ഈ MIS ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതെല്ലാം സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനുള്ള സൗകര്യമെല്ലാം MIS ചെയ്തു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, MIS-ലൂടെ ഡിസിഷൻ എടുക്കാം. അതാണ് ഫസ്റ്റത്തെ MIS ആൻഡ് അതർ ഡിസിപ്ലിൻസിൽ പറയാനുള്ളത്. സെക്കൻഡ് വരുന്നത് MIS ആൻഡ് മാനേജ്മെന്റ് സയൻസ് എന്ന് പറയും. അപ്പൊ നോക്കാം നമുക്ക് MIS ആൻഡ് മാനേജ്മെന്റ് സയൻസ്. മാനേജ്മെന്റ് സയൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാനേജ്മെന്റ് സയൻസിൽ മാനേജ്മെന്റ് സയൻസ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് ഓപ്പറേഷണൽ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടതാണ് മാനേജ്മെന്റ് സയൻസ്. നമുക്ക് എന്താന്ന് നോക്കാം. MIS management science refers to the application of scientific method and quantitative analysis or technique for analyzing managerial problem. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ്, അതായത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഉപയോഗിച്ച് മാനേജ്മെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയാണ് മാനേജ്മെന്റ് സയൻസ്. അപ്പൊ ഇവിടെ അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് mathematical techniques used for solving managerial problems. അപ്പം ഇവിടെ ഓപ്പറേഷണൽ റിസർച്ചിലെ പല ടെക്നിക്സും അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പല മെത്തേഡുകൾ, CPM, PERT അനാലിസിസ്, ദെൻ ക്യൂയിങ് തിയറീസ്, അതുപോലെ പ്രോബബിലിറ്റി അനാലിസിസ്, അതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതുപോലെ അസൈൻമെന്റ് പ്രോബ്ലം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എല്ലാം മാനേജ്മെന്റ് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടത്. അതെല്ലാം മേജറായിട്ട് വരുന്നത് കോസ്റ്റ് കട്ടിങ്ങും അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുക, ഒരു കമ്പനി എങ്ങനെ കോസ്റ്റ് കുറയ്ക്കണം അതിനെല്ലാം ഉള്ള ടെക്നിക്കുകൾ. അപ്പൊ അതെല്ലാം മാത്തമാറ്റിക്കൽ സൊല്യൂഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പോ ഇവിടെ വരുന്നത് ഒന്നും കൂടി വായിക്കാം. മാനേജ്മെന്റ് സയൻസ് റെഫർ ടു ദി അപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡ്. അത് സയന്റിഫിക് മെത്തേഡാണ്, പ്രൂവ്ഡ് മെത്തേഡ് ആയിരിക്കും. application of scientific method and quantitative analysis technique to management problems. മാനേജ്മെന്റ് പ്രോബ്ലംസിന് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാത്തമാറ്റിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It utilizes mathematical and statistical techniques for അനലൈസിങ് മാനേജ്മെന്റ് പ്രോബ്ലം. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഈ മാനേജ്മെന്റ് സയൻസിന് മെയിൻലി ഉപയോഗിക്കുന്നത് അപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ്. അപ്പം മാത്തമാറ്റിക്കൽ വേയിലൂടെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം എങ്ങനെ, മാനേജ്മെന്റ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് മാനേജ്മെന്റ് സയൻസിൽ നോക്കുന്നത്. ഇതൊരു പ്രൊസീജിയർ വഴിയായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്രോബ്ലം ആണെങ്കിൽ അതൊരു സർട്ടൻ പ്രൊസീജിയർ വഴിയായിരിക്കും മാനേജ്മെന്റ് സയൻസ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. This systematic approach to problem solving, use of models and computer based solution algorithms are generally incorporated in MIS. അപ്പൊ അതിൽ പറയാൻ പറ്റുന്ന എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം എന്ത് ചെയ്യാം, MIS-ൽ സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യാം, അൽഗോരിതം ഉപയോഗിച്ച് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾക്ക് സൊല്യൂഷൻ നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. MIS ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
പ്രാക്ടിക്കലി നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ അതിന്റെ സോഫ്റ്റ്വെയറുകൾ വഴി കണ്ടെത്താൻ സഹായിക്കും. നമ്മുടെ മാനേജ്മെന്റ് സയൻസ് പ്രോബ്ലംസ് എല്ലാം എന്ത് ചെയ്യും, നമ്മൾ മാനുവലി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എല്ലാം പിടിക്കും. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ വഴിയൊക്കെ MIS വഴി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സമയം ലാഭിക്കാനും പറ്റും, അതുപോലെ സ്പീഡും കിട്ടും, ആക്യുറേറ്റും ആയിരിക്കും. Management science is much useful to managers because it deals with applied decision theory with which they can find solution to various managerial problems through use of scientific, logical and mathematical means. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ ഈ മാനേജ്മെന്റിൽ മെയിൻലി പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ അത് അത് പ്രൂവ്ഡ് തിയറീസ് ആയിരിക്കും. സയന്റിഫിക് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൂവ് ചെയ്തതിനു ശേഷം ഡെവലപ്പ് ചെയ്ത തിയറീസ് ആയിരിക്കും. അപ്പൊ അതിന് സർട്ടൻ പ്രൊസീജിയേഴ്സും അത് വിശ്വാസയോഗ്യത ഉള്ളതും എല്ലാം ആയിരിക്കും. അപ്പൊ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ മാനേജിയൽ പ്രോബ്ലംസ് എങ്ങനെ മാത്തമാറ്റിക്കൽ വഴിയിലൂടെ സോൾവ് ചെയ്യുന്നു എന്നാണ്, അത് MIS ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു എന്നാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മാനേജ്മെന്റ് സയൻസും എങ്ങനെയാണ് കോറിലേറ്റഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ പല മോഡൽസും പഠിച്ചിട്ടുണ്ടാവും. ഡിസിഷൻ ട്രീ ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഡിസിഷൻ ട്രീ then ലീനിയർ പ്രോഗ്രാമിംഗ്, LPP, ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ്, then queuing theory, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എല്ലാം ഒരു ട്രാൻസ്പോർട്ടേഷൻ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്കൊരു സർട്ടൻ സ്ഥലത്തേക്ക് എത്തിക്കാമെന്നുള്ള ഇതെല്ലാം ഇതിൽ മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ വഴി കണ്ടുപിടിക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതുപോലെ നമുക്ക് പറയാം ഗെയിമിംഗ് തിയറി. ഇതെല്ലാം മാനേജ്മെന്റ് തിയറീസിന്റെ ആപ്ലിക്കേഷൻസ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്, ഒരു ബിസിനസ് പ്രോബ്ലംസ് ആണ്. ഇതെല്ലാമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ്. ഈ മാത്തമാറ്റിക്കൽ വഴിയിലൂടെ മാനേജ്മെന്റ് സയൻസിൽ ഉപയോഗിക്കുന്ന മെയിൻലി ടൂൾസ് എല്ലാം. ഇതെല്ലാം എന്ത് ചെയ്യാൻ നമുക്ക് മാനേജ്മെന്റ് സയൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് മാനേജ്മെന്റ് സയൻസും MISും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മാനേജ്മെന്റ് തിയറീസ്. അതെന്താണെന്ന് നോക്കാം. നമുക്ക് MIS ആൻഡ് മാനേജ്മെന്റ് തിയറീസ്. നമുക്കറിയാം മാനേജ്മെന്റ് തിയറീസ്, നമ്മൾ പല മാനേജ്മെന്റ് തിയറീസ് നമ്മൾ ചെറിയ സെമിസ്റ്ററിലുകൾ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമിസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫൈവോൾസിന്റെ പ്രിൻസിപ്പിൾസ്, ദെൻ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ തിയറീസ് ഓഫ് മാനേജ്മെന്റ് തിയറീസ്, അതുപോലെ മോട്ടിവേഷണൽ തിയറീസ്, ഒരുപാട് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ പല ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം എന്തിന്, നമ്മുടെ മാനേജ്മെന്റ് ഇൻഫർമേഷനിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ തിയറീസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പല ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറയാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, then planning, organizing, staffing, directing and controlling. ഇതെല്ലാം ഈ സ്റ്റെപ്പുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ വഴി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. So the field of management and organization theory provides some of the important concepts which is highly essential to understand the functions of MIS in an organization. അപ്പം ഈ തിയറി, മാനേജ്മെന്റ് തിയറീസ്, ഈ MIS എങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതിന് മാനേജ്മെന്റ് തിയറീസ് ഉപയോഗിച്ചിട്ട് വളരെയധികം മാനേജ്മെന്റ് തിയറീസ് ഉപയോഗപ്പെടുന്നുണ്ട്. എങ്ങനെ ഒരു MIS ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ളതെല്ലാം അറിയുന്നുണ്ട്. പിന്നെ അതുപോലെ മാനേജ്മെന്റ് ഈസ് ബേസിക്കലി എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് നമുക്ക് മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിങ് മറ്റുള്ളവരിലൂടെ എങ്ങനെ അത് നേടിയെടുക്കാം, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ബൈ അതേഴ്സ് എന്നാണ് ഡെഫിനിഷൻ തന്നെ മാനേജ്മെന്റ്. അപ്പൊ ഈ MIS എല്ലാം ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഏരിയാസും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ മാനേജ്മെന്റ് തിയറീസ് എല്ലാം മനസ്സിലാക്കി അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പ്ലാനിങ് ആയാലും ഓർഗനൈസിംഗ് ആയാലും സ്റ്റാഫിംഗ് ആയാലും ഡയറക്ടിംഗ് ആയാലും കൺട്രോളിംഗ് എല്ലാം
എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് അവസാനം ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ എന്ത് ചെയ്യുന്നുണ്ട്, MIS സഹായിക്കുന്നുണ്ട്. അപ്പം ഈ MIS എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ മാനേജ്മെന്റ് തിയറീസ് വളരെയധികം കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയ ഒരാൾക്ക് MIS ഉപയോഗിക്കാനും വളരെയധികം സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാനും ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് പല ഫൈവോളിന്റെയും അതുപോലെ ഹെൻറി ഫൈവോളിന്റെയും അതുപോലെ ടൈലർ, അതുപോലെ മോട്ടിവേഷണൽ തിയറീസിന്റെ പല ആളുകളുടെ ലീഡർഷിപ്പ് തിയറീസ്, ഇതെല്ലാം മാനേജ്മെന്റിൽ പല തിയറികളുണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് MIS വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ മാനേജ്മെന്റ് തിയറി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, MIS ആയിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ പ്ലാൻ ചെയ്യാനും അത് ഫോർകാസ്റ്റ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് MIS ആൻഡ് OB, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയും. OB ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പം MISഉം ഓർഗനൈസേഷണൽ ബിഹേവിയറും തമ്മിൽ കണക്റ്റഡ് ആണ്. അതൊരു അനദർ ഡിസിപ്ലിൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു വേറൊരു ഡിസിപ്ലിൻ ആണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗപ്പെടുന്നത് മെനി ഐഡിയാസ് ഓഫ് ദി ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ദി കോൺസെപ്റ്റ് ഓഫ് MIS. ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ പല കോൺസെപ്റ്റുകളുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി, ദെൻ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ദെൻ വരുന്ന ലീഡർഷിപ്പ് തിയറീസ്, മോട്ടിവേഷൻ, ഇതെല്ലാം ഓർഗനൈസേഷണൽ ബിഹേവിയർ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഇതിൽ വരുന്ന പല തിയറീസും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഏത് ടൈപ്പ് ഡിസിഷൻ എടുക്കണം. ഇപ്പോൾ ഓരോ ഓർഗനൈസേഷനിൽ നമ്മൾ പറയുന്നുണ്ട് പല ടൈപ്പ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവലിലും ലോവർ ലെവലിലും പല ടൈപ്പ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട് പറയുന്നത്. അപ്പൊ ഓരോരോ ലെവലിൽ ഏത് ഡിസിഷൻസ് എടുക്കണം, ഏത് ടൈപ്പ് ഡിസിഷൻസ് എടുക്കണം എല്ലാം തീരുമാനിക്കുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ്. This concept bring light to the designer of MIS to determine the type of decision made by executive at a different level of management. ഇപ്പൊ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഈ കോൺസെപ്റ്റിലൂടെയാണ് MIS ബിൽഡ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഡിസിഷൻ ഓരോ ലെവലിലും എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഈ ഒരു ഓർഗനൈസേഷനിലെ ബിഹേവിയർ അനുസരിച്ചിട്ടായിരിക്കും ആ ഓർഗനൈസേഷനിലെ MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. ഓരോരോ ടോപ്പ് ലെവലിൽ ഇവർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ വെച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ OB വെച്ചിട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഓരോരോ ലെവലിലും ഏതൊക്കെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം, ഏതൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ലാത്തത്. ഇപ്പം ഈ ടോപ്പ് ലെവലിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ലോവർ ലെവലിൽ ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെ ഡിസിഷൻസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, മിഡിൽ ലെവൽ ഏതൊക്കെ പറ്റണം, ലോവർ ലെവൽ ഏതൊക്കെ പറ്റണം എന്നെല്ലാം MIS ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. പ്രോഗ്രാമിംഗ് എല്ലാം ചെയ്യുമ്പോഴും എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് ഒരു ഓർഗനൈസേഷന്റെ ബിഹേവിയർ അനുസരിച്ച് അത് പല ഓർഗനൈസേഷനും പല മാതിരിയായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാനേജ്മെന്റിന്റെ ഡിസിഷൻ പ്രകാരമാണ് MIS ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അവരുടെ കൺവീനിയൻസിനനുസരിച്ചാണ് ഈ MIS ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിങ്ങും അതിൽ വരുന്ന എല്ലാ കോൺസെപ്റ്റുകളും, ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വരുന്ന എല്ലാ കോൺസെപ്റ്റുകളും MIS ബിൽഡ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ടാണ് ഓർഗനൈസേഷൻ ബിഹേവിയറും MISഉം കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, IT. ഇൻഫർമേഷൻ ടെക്നോളജി, ഓർഗനൈസേഷൻ ബിഹേവിയറും ഇൻഫർമേഷൻ ടെക്നോളജിയും കണക്റ്റഡ് ആണ്. അത് എന്തായാലും ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, MISൽ ഉപയോഗിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ, ICTയും ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാം കൂടി ചേർന്നൊരു രൂപമാണ്. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടറും അതിന്റെ സോഫ്റ്റ്വെയർസും അതുപോലെ ഹാർഡ്വെയർസും അതിന്റെ ഡാറ്റാബേസ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസും അതുപോലെ ഡിസൈനിങ്ങും എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിരിക്കും MISൽ വരുന്നത്. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയധികം അതിന് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഡീൽസ് വിത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സയൻസിന്റെ അതിന്റെ കോഡിംഗ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MIS ഡാറ്റ, നമ്മളെ MIS സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ അതിൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യപ്പെടുന്നതും അത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം ഈ ITയുടെ സഹായത്തോടു കൂടിയായിരിക്കും. അപ്പൊ അതിലൂടെയാണ് നമ്മൾ സ്പീഡ്, ആക്യുറസി, സ്റ്റോറേജ്, കപ്പാസിറ്റി ഓഫ് ദി കമ്പ്യൂട്ടർ എല്ലാം MISന്റെ എല്ലാ ഫംഗ്ഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി
പല ടെക്നോളജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടേഴ്സിന്റെ തന്നെ നമുക്ക് പറയാൻ പറ്റും പല ഇന്റലിന്റെ പല വെർഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം പല ജനറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സും കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന MIS അതിനനുസരിച്ച് അതിന്റെ ഫീച്ചേഴ്സും എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ അതിൽ ഉപയോഗിക്കുന്ന അൽഗോരിതംസ് അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. The speed, accuracy, storage, capacity, etc. of the computer make MIS so effective and feasible. അപ്പം അതിൽ MIS നമ്മൾ എത്രത്തോളം അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, അത് അത്രത്തോളം എന്തായിരിക്കും നമുക്ക് ഈ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് കൂടിയായിരിക്കും. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതിൽ ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും അതിന്റെ ഈസിനെസ്, ഫ്രണ്ട്ലി ഓഫ് യൂസ് അതെല്ലാം IT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയാണ് അക്കാദമിക് ഡിസിപ്ലിൻസിന് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് MIS ആൻഡ് മാനേജീരിയൽ അക്കൗണ്ടിങ്, ദെൻ പറഞ്ഞിരിക്കുന്നത് MIS ആൻഡ് മാനേജ്മെന്റ് സയൻസ്, പിന്നെ MIS ആൻഡ് മാനേജ്മെന്റ് തിയറി, ദെൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പൊ ഇത്രയും മാനേജ്മെന്റ് ഡിസിപ്ലിൻസ് ആണ് നമുക്ക് അതർ ഡിസിപ്ലിൻസ് ഓഫ് അതർ അക്കാദമിക് ഡിസിപ്ലിൻസ് ഓഫ് MIS പറയാനുള്ളത്.